അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി അൽഫായിസീന ബിറിദല്ലാഹ് അമ്മാ ബഅദ്. ഏറ്റവും പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, വിശുദ്ധ റമളാൻ നമ്മിലേക്ക് ആഗതമാവുകയും ഒരു മാസത്തെ വ്രതാനുഷ്ഠാനത്തിന് ശേഷം അൽഹംദുലില്ലാ വിദേശ രാജ്യങ്ങളിൽ ഇന്നും ഒരുപക്ഷെ നാളെയോ മറ്റന്നാളോ ആയി നമ്മുടെ കേരളത്തിലും ഇന്ത്യയുടെ മറ്റു പല ഭാഗങ്ങളിലും പെരുന്നാൾ ആഘോഷിക്കാൻ നാം ഒരുങ്ങി നിൽക്കുകയാണ്. ഈ സമയത്ത് എൻ്റെ പ്രിയപ്പെട്ട സത്യവിശ്വാസികളുടെ മുമ്പിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ഉമ്മത്തുകളോട് പറഞ്ഞ ഒരു ഹദീസ്, അവിടുന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മൻ അഹ്യാ ലൈലത്തുൽ ഫിത്ർ വലൈലത്തുൽ അദ്ഹ, ഒരാൾ പരിശുദ്ധമായ ചെറിയ പെരുന്നാൾ രാവ് അല്ലെങ്കിൽ ബലി പെരുന്നാൾ രാവ് അത് ഹയാത്താക്കിയാൽ, ഇബാദത്തുകളെ കൊണ്ട് ധന്യമാക്കിയാൽ, ലം യമുത് ഖൽബുഹു യൗമ തമൂതുൽ ഖുലൂബ്, സർവഹൃദയങ്ങളും മരണപ്പെട്ടു പോകുന്ന പരിശുദ്ധമായ മഹ്ശറ ലോകത്ത് ഈ പെരുന്നാൾ രാവുകളിൽ അള്ളാഹുവിൻ്റെ ഇബാദത്തുകളിലായി ഹയാത്താക്കുന്നവരുടെ കൽബുകൾ മരണപ്പെടുകയില്ല എന്ന് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. അതുപോലെ ഒരുപാട് ഹദീസുകൾ പെരുന്നാൾ രാവിൻ്റെ പ്രത്യേകതയും മഹത്വവും എടുത്തു പറയുന്നുണ്ട്. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ടവരുടെ മുമ്പിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം സൂചിപ്പിക്കുകയാണ്. നമ്മെ ഒരു കാലത്ത് പെരുന്നാളിന് വേണ്ടി ഒരുക്കിയവർ, നമുക്ക് ഡ്രസ്സ് അണിയിച്ച് തന്നവർ, നമുക്ക് ഭക്ഷണങ്ങൾ പാകം ചെയ്ത് വിളമ്പി തന്നവർ, നമ്മുടെ ഉപ്പമാർ, ഉമ്മമാർ, കുടുംബങ്ങളിൽ പലരും ഇന്ന് ആറടി മണ്ണിലാണ്. നാം നല്ല പുതുവസ്ത്രങ്ങൾ അണിഞ്ഞ് നല്ല ഭക്ഷണങ്ങൾ കഴിച്ച് പെരുന്നാളിന് സന്തോഷിക്കുമ്പോൾ അവരുടെ ഖബറിടത്തിലും സന്തോഷങ്ങൾ ലഭിക്കണം, അവർക്കും ഒരു സന്തോഷം കിട്ടണം. അതിനുവേണ്ടി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പെരുന്നാൾ രാവിൽ ചെയ്യാൻ പറഞ്ഞ പരിശുദ്ധമായൊരു ദിക്ർ നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ പറഞ്ഞു തരുകയാണ്. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ഉമ്മത്തുകളോട് പറഞ്ഞു, മൻ ഖാല സുബ്ഹാനല്ലാഹി വബിഹംദിഹി, വളരെ എളുപ്പത്തിൽ വളരെ ഈസിയായി നമുക്ക് മിനിറ്റുകളെ കൊണ്ട് ചെല്ലാൻ പറ്റുന്ന ദിക്റാണ്. ഈ ദിക്ർ ഒരാൾ ചൊല്ലി മിഅത്തു മറ, എത്ര പ്രാവശ്യമാണ്? 100 തവണ ഒരാൾ ചൊല്ലിയാൽ, എന്നിട്ട് വഅഹ്ദാഹ, അതിനെ ഹദിയ ചെയ്തു. ആർക്ക്? ലി അംവാത്തിൽ മുസ്ലിമീൻ, മരണപ്പെട്ടു പോയ മുസ്ലിമീങ്ങൾക്ക് വേണ്ടിയിട്ട്. നമ്മുടെ ഉപ്പ, നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മ ഇന്ന് ആറടി മണ്ണിലാണ് പലരുടെയും. ഉപ്പാപ്പമാർ, ഉമ്മാമ്മമാർ, അവർക്ക് വേണ്ടി ഈ 100 ദിക്ർ മിനിറ്റുകളെ കൊണ്ട് നമുക്ക് ചൊല്ലി തീർക്കാൻ കഴിയും. ഇത് ഒരാൾ ചൊല്ലിയിട്ട് അവർക്ക് വേണ്ടി ഹദിയ ചെയ്താൽ അവർക്ക് ലഭിക്കുന്ന സന്തോഷം എന്താണ്? ദഖല ഫീ കുല്ലി ഖബ്രിൻ അൽഫനൂർ, മരണപ്പെട്ടു പോയ മുഴുവൻ മുസ്ലിമീങ്ങളുടെ, മുഅ്മിനീങ്ങളുടെ ഖബറുകളിലും 1000 പ്രകാശം കടന്നു ചെല്ലുന്നതാണ് ഈ പെരുന്നാൾ രാവ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, നാം മറന്നു പോകരുത്. തീർന്നില്ല, വയജ്അലുല്ലാഹു തആല ഫീ ഖബ്രിഹി ഇദാ മാത അൽഫനൂർ, ഈ ചൊല്ലിയ മനുഷ്യൻ മരണപ്പെട്ടാൽ ആ ചൊല്ലിയ മനുഷ്യൻ്റെ ഖബറിലേക്കും അള്ളാഹു 1000 പ്രകാശം ഈ ദിക്റിൻ്റെ കാരണം കൊണ്ട് നൽകുമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. മറ്റൊരു ഹദീസും കൂടി മഹാനായ ഇമാം സുഹരി തങ്ങൾ പറയുന്നു. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി അനസ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു. ഒരാൾ പരിശുദ്ധമായ പെരുന്നാൾ രാവ്, പെരുന്നാൾ ദിവസം, അതായത് പെരുന്നാൾ നിസ്കാരത്തിന് പോകുന്നതിന് മുമ്പായിട്ട് ഒരു 400 തവണ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ല ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീത് വഹുവ ഹയ്യുൻ ലാ യമൂത് ബിയദിഹിൽ ഖൈർ വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, ഈ ദിക്ർ 400 തവണ ഒരാൾ പെരുന്നാൾ ദിവസം രാത്രിയും പകലുമായി പെരുന്നാൾ നിസ്കാരത്തിനു മുമ്പായി ചൊല്ലി തീർത്താൽ അള്ളാഹു അവർക്ക് 400 ഹൂറുല്ലീങ്ങളെ സ്വർഗത്തിൽ ഒരുക്കി വെക്കുന്നു. പോരാ,
അവർ 400 അടിമകളെ മോചിപ്പിച്ച പ്രതിഫലം അല്ലാഹു നൽകുന്നു. അതുപോലെ ഒരുപാട് മഹത്വങ്ങൾ അവർക്ക് ലഭിക്കുന്നു. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ 2 ദിക്റുകളും നാം ഇന്നത്തെ രാത്രിയും നാളെ നിസ്കാരത്തിനു മുമ്പായി ചൊല്ലി തീർക്കുകയും ഈ മഹത്വം കരസ്ഥമാക്കുകയും വേണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തുന്നു. റബ്ബുൽ ഇസ്സത്ത് നമ്മെ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.